പ്രിയമുള്ളവരെ, കുണ്ടൂർ ഉസ്താദിനെ കണ്ടവരും ബന്ധപ്പെട്ടവരും അനുഭവിച്ചറിഞ്ഞവരും ഈ സദസ്സിലുണ്ട്. വഫാത്തായി 19 വർഷം പൂർത്തിയാവുകയാണ്. ബഹുമാനപ്പെട്ടവർ 1935 ജനിച്ചത്. 2006 മഹാനവറുകൾ വഫാത്താകുന്നത്. ഇംഗ്ലീഷ് കണക്കനുസരിച്ച് 72 വയസ്സ് വന്യരായ ഉസ്താദ് വഫാത്താകുമ്പോൾ ഉസ്താദിനുണ്ട്. അറബി കണക്കിൽ 2 വയസ്സും കൂടി കൂടും. 74 വയസ്സ് അറബി കണക്കിലുണ്ടാകും, ഹിജ്റ കൊല്ലം കണക്കൂട്ടുമ്പോൾ. അങ്ങനെ ഒരു 75 വയസ്സിനോടടുത്ത സന്ദർഭത്തിലാണ് ഈ ലോകത്തോട് മഹാനവറുകൾ വിട പറയുന്നത്. ബഹുമാനപ്പെട്ടവർ എല്ലാ അർത്ഥത്തിലും അനുസ്മരിക്കപ്പെടേണ്ട, പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു മഹാനാണ്. ഒരുപാട് മഹത്വങ്ങൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്ക് പറയാനും പഠിക്കാനുമുണ്ട്. ബറക്കത്തിന് വേണ്ടി അല്പം ചില കാര്യങ്ങൾ നമ്മൾ പറയും. അള്ളാഹു എല്ലാവിധ ബറക്കത്തും നമുക്കല്ല പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ടവർ 1935 ജനിക്കുന്നത്, പ്രസവിച്ച് വീഴുന്നത് തിരൂരങ്ങാടിയിലാണ്. മലപ്പുറം ജില്ലയിലെ അറിയപ്പെട്ട പ്രദേശമാണ് തിരൂരങ്ങാടി. മഖ്ദൂമുമാരുടെ കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ 4.5 നൂറ്റാണ്ട് കഴിഞ്ഞു മഹാനവറുകൾ വഫാത്തായിട്ട്. 450 വർഷത്തിലധികമായി. ആ കാലം മുതൽക്ക് തന്നെ ഒട്ടനവധി ആലിമീങ്ങളാലും സാദാത്യങ്ങളാലും അറിയപ്പെട്ട നാടാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി. വലിയ വലിയ മഹത്തുക്കൾ, മഖ്ദൂമുമാരുമായി ബന്ധപ്പെട്ടവർ ആ തിരൂരങ്ങാടിയിൽ മറവിട്ട് കിടക്കുന്നുണ്ട്. ബഹറുൽ ഉലൂം ഷെയ്ഖുന ഓക്കെ ഉസ്താദ്, ഓക്കെ എന്ന് പറഞ്ഞ ഓടക്കൽ. ഈ ഓടക്കൽ തറവാട് ഉടലെടുക്കുന്നത് തിരൂരങ്ങാടിയിൽ വെച്ചാണ്. ചരിത്രം ഒരുപാട് നമ്മൾ പറയേണ്ടി വരും അവിടേക്കൊക്കെ നമ്മളിപ്പോൾ പോയാൽ. മഹാനായ ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിൻ്റെ ദർജയും അള്ളാഹു ഉയർത്തട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ആ തിരൂരങ്ങാടിയിലാണ് പ്രസവിക്കപ്പെട്ടത്. അത് തൻ്റെ ഉമ്മാൻ്റെ നാടാണ്. കാരണം നമ്മളൊക്കെ നാട്ടിലെ ഉറപ്പനുസരിച്ച് ആദ്യം ജനിക്കുന്ന കുട്ടി ഉമ്മാൻ്റെ വീട്ടിലാണ് പ്രസവിക്കപ്പെടുക. ആ നിലക്കാണ് കുണ്ടൂർ ഉസ്താദിന് ഉമ്മാൻ്റെ വീട്ടിൽ തിരൂരങ്ങാടിയിൽ പ്രസവിക്കപ്പെട്ടത്. ആ ഉമ്മാൻ്റെ കുടുംബം പുഴക്കലകത്ത് അസം മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന ഒരു മഹാനുണ്ടായിരുന്നു. താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ് നക്ഷബന്ദി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മുരീദാണ് തിരൂരങ്ങാടി പുഴക്കലകത്ത് അസം മുസ്ലിയാർ. അവരുടെ 2 ആൺമക്കളിൽ ഒരു മകനാണ് പുഴക്കലകത്ത് മുഹമ്മദ് മുസ്ലിയാർ. ആ മുഹമ്മദ് മുസ്ലിയാർ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനുമായിരുന്നു. കുറ്റൂർ കമ്മുണ്ണിയൊലിയർ പാപ്പ, വടകര മമ്മദാജി പാപ്പ പോലെയുള്ള വലിയ മഹത്തുക്കളുടെ ഗുരുവര്യരാണ് കുറ്റൂർ കമ്മുണ്ണിയൊലിയർ പാപ്പ. തലക്കടത്തൂർ ദർസിൽ അനവധി വർഷം ദർസ് നടത്തിയ മഹാനാണ്. അന്ന് തലക്കടത്തൂർ മൗലവി എന്ന് പറഞ്ഞാൽ അത് കുറ്റൂർ കമ്മുണ്ണിയൊലിയർ പാപ്പയായിരുന്നു. അന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇൽമ പഠിക്കാൻ വേണ്ടിയും മുദരിസുമാരെ തേടിയും തലക്കടത്തൂർ കമ്മുണ്ണിയൊലിയർ പാപ്പാൻ്റെ ദർസിലേക്കാണ് വരിക. കമ്മുണ്ണിയൊലിയർ പാപ്പാൻ്റെ ശിഷ്യനായിരുന്നു വടകര മമ്മദാജി തങ്ങൾ. വടകര മമ്മദാജി തങ്ങൾ പറയും, കമ്മുണ്ണിയൊലിയർ പാപ്പാൻ്റെ അടുത്ത് നിന്ന് 300-ലധികം ആലിമീങ്ങൾ ഇർഷാദുൽ യാഫിയെ ഓതിയിട്ടുണ്ട്. അവരെല്ലാവരും ഔലിയാക്കളാണ്, അതിൽ ഒരുവനാണ് ഞാൻ എന്ന് മമ്മദാജി പാപ്പ തന്നെക്കുറിച്ച് പറയാറുണ്ട്. 300-ലധികം ആലിമീങ്ങൾ കമ്മുണ്ണിയൊലിയർ പാപ്പയിൽ നിന്ന് ഇർഷാദുൽ യാഫിയെ ഓതിയിട്ടുണ്ട്. അവർ മുഴുവനും ഔലിയാക്കളാണ്, അതിലൊരുവനാണ് ഞാൻ എന്ന് തന്നെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനത്തെ കമ്മുണ്ണിയൊലിയർ പാപ്പാൻ്റെ ശിഷ്യനാണ് തിരൂരങ്ങാടി അസം മുസ്ലിയാരുടെ മകൻ പുഴക്കലകത്ത് മുഹമ്മദ് മുസ്ലിയാർ. അവരുടെ പ്രിയപ്പെട്ട മകളാണ് ഖദീജ എന്ന് പേരുള്ള ആ മകളാണ് മഹാനായ ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയെക്കുറിച്ച് എപ്പോഴും ഉസ്താദ് പറയാറുള്ളത്, എൻ്റെ ഉമ്മ ബദരീങ്ങളോട് വലിയ ബന്ധമുള്ള ആളാണ്. എൻ്റെ ഉമ്മ ബദരീങ്ങളോട് വലിയ ബന്ധമുള്ള വ്യക്തിത്വമാണ്. അന്നൊക്കെ പട്ടിണിയുടെ കാലങ്ങളാണ്. വീടുകളിൽ വെക്കാനുണ്ടാകൂല, തിന്നാനുണ്ടാകൂല, കുടിക്കാനുണ്ടാകൂല. ആ സമയത്ത് പട്ടിണിയാകുന്ന സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് പറയും, പെരിയിൽ ഒരു സംഗതി വെള്ളം ചൂടാക്കാൻ ഭക്ഷണത്തിന് ഒന്നുമില്ലെങ്കിൽ ഉമ്മ പറയും, അബ്ദുൽ ഖാദറെ ഒന്ന് ഒന്നുണ്ടാക്കിയിട്ട് ആ ബദർബൈത്തൊന്ന് ചൊല്ലിക്കാം.
അങ്ങനെ എന്നെ കൊണ്ട് ഉമ്മ ബദർ ബൈത്ത് ചൊല്ലിപ്പിക്കും. കൂടുതലും ചൊല്ലിപ്പിക്കുന്നത് ബദരിയത്തുൽ ഹംസിയ. ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലായി വബിഹംദിഹി ശുക്റൻ അലന്നഅ്മായി. ഈ ബദരിയത്ത് കൊണ്ടൂർ ഉസ്താദിന് മനപ്പാടമായിരുന്നു. അങ്ങനെ ഉമ്മ അത് ചൊല്ലിപ്പിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടിയാണ്, ഉസ്താദ് പറയും ഞാൻ ചെറിയ കുട്ടിയാണ്, എന്നാലും ബദരിയത്ത് എനിക്ക് ചൊല്ലാൻ അറിയും. അപ്പം ഞാനിങ്ങനെ ചൊല്ലുമ്പോൾ ഉമ്മയും മനപ്പാടമാക്കി അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഉമ്മ അങ്ങനെ എന്തെങ്കിലും വീട്ടുജോലി ചെയ്യായിരിക്കും. അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്തൊരു വരി വിട്ടാൽ, ഒരു വരി എവിടെയെങ്കിലും വിട്ടുപോയാൽ ഉമ്മ ചോദിക്കും, അബ്ദുൽ ഖാദർ ഇത് നോക്കാതെ ചെല്ലണത് അവിടെ അങ്ങനെയല്ലല്ലോ, വേറൊരു വരി ഉണ്ടല്ലോ എന്ന് പറയും. അള്ളാഹു ഉസ്താദിൻ്റെ മുഹിബീങ്ങളിൽ നമ്മളെന്താ ചേർക്കട്ടെ, അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ പുഴക്കലകത്ത് ഖദീജ എന്നവരുടെ പ്രിയപ്പെട്ട മകനാണ് ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ്. അവരെ ആ ഖദീജ എന്നവരെ കല്യാണം ചെയ്തത് കുണ്ടൂരിലുള്ള, തിരൂരങ്ങാടിക്ക് അടുത്തുള്ള പ്രദേശമാണ് കുണ്ടൂർ. ഉസ്താദിന് കുണ്ടൂർ എന്നുള്ള പേര് പറയൽ വലിയ സന്തോഷമാണ്. എന്തുകൊണ്ട്? ഹബീബ് റസൂലുള്ളാഹിന്റെ ഒരു വിശേഷണമാണ് തിഹാമിയ്യ്. തിഹാമിയ്യ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുണ്ടൂർ എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം റസൂലുള്ള പ്രസവിച്ച ആ മക്കയുടെ അടുത്തുള്ള സ്ഥലം കുണ്ടുള്ള സ്ഥലമാണ്. റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട സ്ഥലം. ചുറ്റുഭാഗത്തും മലയും കുന്നും. കഅബത്തിന്റെ അടുത്തുള്ള ആ വീട് താന്ന സ്ഥലമാണ്. അതിന് അറബികളുടെ തിഹാമ് എന്നാണ് പറയാം. അവിടെ ഉള്ളവർക്ക് തിഹാമിയ്യ് എന്ന് പറയും. അപ്പൊ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾക്കൊരു വിശേഷണമുണ്ട് തിഹാമിയ്യ്. അത് അർത്ഥമാക്കുന്ന പദമാണ് കുണ്ടൂർ. ഇത് ഉസ്താദ് വളരെ സന്തോഷത്തോടു കൂടി ആയിറക്കാറുണ്ട് ആ പേര്. നന്നമ്പറ പഞ്ചായത്തിൽപ്പെട്ട ഒരു സാധാരണ ഗ്രാമമാണ് കുണ്ടൂർ. ഒരുപാട് സ്വതന്ത്ര സമര സേനാനികൾ അവിടെ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാരൻ്റെ പിടുത്തത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ സേനാനികൾ, അവർ വലിയ അറിയപ്പെട്ടവരൊക്കെ അവിടെ കഴിഞ്ഞുപോയ നാടാണ് ഈ കുണ്ടൂർ പ്രദേശം, നന്നമ്പറ പ്രദേശം. വയലും തെങ്ങും തോട്ടവും കുന്നം പ്രദേശവും മരുപ്രദേശങ്ങളും അങ്ങനെ എല്ലാ ഐറ്റം ഭൂമികളും പല നിലവാരത്തിലുള്ള കുടുംബങ്ങളും താമസിക്കുന്ന രാജ്യമാണ് കുണ്ടൂർ. ഈ കുണ്ടൂരിൽ വന്യരായ ഉസ്താദിന്റെ ഉപ്പാന്റെ പേര് കുഞ്ഞഹമ്മദ് മല്ല. ഒരു മല്ല കുടുംബമാണ്. രാജ്യത്ത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ വീടുകളിൽ ഖുർആൻ ഓടിക്കൊടുക്കുക. അന്ന് കിട്ടുന്ന റമദാൻ മാസത്തിൽ എന്തെങ്കിലും ഹദിയയായി കിട്ടുന്നത്, അല്ലെങ്കിൽ വല്ല നെല്ലോ അരിയോ ഒക്കെ കിട്ടുന്നത്, അതായിരുന്നു അന്നത്തെ ജീവിതോപാധികൾ. നിറഞ്ഞ പട്ടിണിയുടെ കാലഘട്ടം. ആ കാലഘട്ടങ്ങളൊക്കെ അന്നൊരു നല്ല വീട് നോക്കിയാൽ അവിടെ ഒന്നും കാണൂല, കുടിലുകളാണ്. ചെറിയ ചെറിയ കുടിലുകളാണ് അന്നുണ്ടായിരുന്നത്. ആ കൊണ്ടൂരിൽ നമ്പടിപ്പറമ്പത്തി എന്ന് പറയപ്പെടുന്ന തറവാട്ടിൽ കുഞ്ഞു മുഹമ്മദ് മല്ലയാണ് ഉസ്താദിന്റെ ഉപ്പ. ഉസ്താദിന്റെ വല്യപ്പ, ഉപ്പാന്റെ ഉപ്പ അഹമ്മദ് മല്ലയാണ്. ആ അഹമ്മദ് മല്ലയുടെ വല്യപ്പയാണ് മൊഹീദ്ദീൻ മല്ല. ആ മൊഹീദ്ദീൻ മല്ലയുടെ വല്യപ്പയാണ് അഹമ്മദ് മല്ല. അങ്ങനെ ആ പരമ്പര ചരിത്രപരമായി അതിന്റെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പഴയ കാലത്ത് ഹലറുമൗത്തിൽ നിന്നൊക്കെ വന്ന വലിയ വലിയ മഹത്തുക്കളുമായി ബന്ധം സ്ഥാപിച്ച കുടുംബമാണ് എന്നിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ചരിത്ര പാഠങ്ങൾ കാണാം. എഴുതി വെക്കപ്പെട്ട രേഖകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്താണെങ്കിലും ഇവിടെ കേരളത്തിലുള്ള കുടുംബങ്ങൾ, മാലിക് ബിൻ ദീനാർ തങ്ങളും കൂടെ ഉണ്ടായിരുന്ന മാലിക് ബിൻ ഹബീബ് തങ്ങളും, അതിൽ മാലിക് ബിൻ ഹബീബ് തങ്ങളുടെ കുടുംബമാണ് കേരളത്തിലും മലബാറിലുമുള്ള ഇന്നത്തെ തറവാട്ടുകാർ. അതൊക്കെ അന്ന് പല പേരിലാണ് അറിയപ്പെട്ടത്. പുഴക്കലകത്ത്, കുരിക്കളകത്ത്, നാലകത്ത്, വറ്റകത്ത്, ഇങ്ങനെ കുറെ അകത്ത് പുറത്ത് എന്നൊക്കെ പേരുള്ള കുറെ സുന്ദരമായ നാമങ്ങളാൽ ആ മാലിക് ബിൻ ഹബീബുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളെ അറിയപ്പെട്ടു. മാലിക് ബിൻ ഹബീബ് തങ്ങൾ സ്വഹാബിയായിരുന്നു. മാലിക് ബിൻ ദീനാർ തങ്ങൾ സ്വഹാബിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ പിന്നെ ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട് മാലിക് ബിൻ ദീനാർ തങ്ങൾ. പ്രിയമുള്ളവരെ, അങ്ങനെ ചരിത്രപരമായി റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ മലബാറിൽ ദീനി ദഅവത്ത് എത്തിയിട്ടുണ്ട്. മാലിക് ബിൻ ഹബീബ് തങ്ങളുടെ കുടുംബങ്ങളും അവരോട് ബന്ധപ്പെട്ട പരമ്പരയുമാണ്, ആ പൈതൃകമാണ് നമ്മുടെ മലബാറിലും കേരളത്തിലൊക്കെ നിലനിന്ന് പോരുന്ന സുന്നത്തി ജമാഅത്തിന്റെ പാരമ്പര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഞ്ഞു മുഹമ്മദ് മല്ലയും ബദരീങ്ങളോട് വലിയ ബന്ധമുള്ള ഉപ്പയായിരുന്നു. ഉസ്താദ് പറയാറുണ്ട്, എൻ്റെ ഉപ്പ വഫാത്താകാൻ കിടക്കുന്ന രോഗത്തിൽ എൻ്റെ ഉപ്പ ഇങ്ങനെ അസ്മാഉൽ ബദർ കാണാതെ ചൊല്ലിക്കൊണ്ട് കിടക്കുകയാണ്. കുണ്ടൂർ ഉസ്താദിന്റെ ബാപ്പ അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ അസ്മാഉൽ ബദർ തലക്കുന്ന ചൊല്ലി അത് പൂർത്തീകരിച്ച് വീണ്ടും തലക്കുന്ന തുടങ്ങും. ഓരോ ഇസ്മ ചെല്ലുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലും. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ ഉമ്മാനോട്, എൻ്റെ റൂഹ് ഇത് അവിടെ എത്തിക്കണ്, കാലിൻ്റെ അവിടെ മുട്ടിൻ്റെ അവിടെ എത്തിക്കണ്. അവിടെ മരിച്ചു എന്നർത്ഥം. കാലിൻ്റെ അവിടെ നിന്നുള്ള മനുഷ്യൻ്റെ മരണം തുടങ്ങുക, അവിടെ തുടങ്ങല്. മുട്ടിൻ്റെ അവിടെ നിന്ന് അരൻ്റെ അവിടെ എത്തിക്കണ്, ഇവിടെ എത്തിക്കണ്. അരയുടെ ഭാഗത്തിൽ നിന്ന് നെഞ്ഞിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നീ അവിടെ അകത്തേക്ക് പോയി അവിടെ ഇരുന്നോ, ഇങ്ങോട്ട് പുറത്തേക്ക് വരണ്ട. ഉമ്മാനയുടെ അകത്തേക്ക് പറഞ്ഞേക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് എൻ്റെ ഉപ്പ കുഞ്ഞു മുഹമ്മദ് മല്ല ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹു ഞങ്ങൾക്കും ബദരീങ്ങളായിട്ട് വലിയ കണക്ഷൻ നൽകണം അല്ലാഹ്.
ബദരീങ്ങളോട് വലിയ ബന്ധം നൽകണം അല്ല. അതുകൊണ്ട് തന്നെ ആ ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊന്നുമോൻ ബദരീങ്ങളെ പ്രിയം വെച്ചുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളർന്നു വന്നത്. ബദരീങ്ങളെ പ്രിയം വെച്ചവർ വെറുതെ ആവൂല. കാരണം ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവരെ കതിറും സ്ഥാനവും. പണ്ടില്ല നമ്മളെ അബ്ദുൽ ഷുക്കൂർ ഹാജി വഫാത്താക്കാൻ എവിടെ എത്തി? അലക്സാണ്ട്രിയയിലെ ആരെ അതിർത്തിലെത്തി? ഇമാം ബൂസൂരി തങ്ങളുടെ അതിർത്തിലെത്തി. മൂപ്പര് ജീവിതം അങ്ങനെ ആയിരിക്കും. ബൂസൂരി ഇമാമും ആ വെറുതെ ഇല്ലുന്നതിലും സലാത്ത് ചെല്ലുന്നതിലും വലിയ കൽബിൽ വലിയ ബഹുമാന സ്ഥാനം മൂപ്പര് കൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ മൂപ്പര ഖബർ അവിടെ എത്തുകയാണ്. മിസ്ർ ചെറിയ നാടല്ല. ഞാൻ ബാക്കിയാത്തിൽ നിന്ന് ബാക്കവിയായി വന്നപ്പോൾ ദർസ് തുടങ്ങി. യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് പരുത്തിക്കോട് ഒരു കുട്ടി ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. പരുത്തിക്കോട് എന്ന സ്ഥലത്ത് അങ്ങനെ ദർസ് തുടങ്ങിയപ്പോൾ ഞാൻ ആചാര്യ പാപ്പാനോട് സമ്മതം ചോദിക്കാൻ വേണ്ടി ചെന്നു. വടകര ആചാര്യ പാപ്പാൻ്റെ അടുത്ത് ഇജാസത്ത് വഖഫ് ജീവിച്ചിരിപ്പുള്ള കാലം 1990 ആണ് ഞാൻ ആദ്യമായി ദർസ് തുടങ്ങുന്നത്. അപ്പോൾ ആചാര്യ പാപ്പാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആചാര്യ പാപ്പക്ക് പല ഹാലും ഉണ്ടാവും, ചിലപ്പോൾ ചൂടും വകയുണ്ടാവും. അന്ന് ആർക്കും എടുത്തു കിടക്കാൻ പറ്റൂല. അന്ന് എല്ലാവരും വിട്ടിരിക്കണം. ഒരു കുട്ടിക്ക് ഒരു എടുത്തു കിടക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെയുള്ള മഹിബ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ മുക്കിലും മൂലയിലും ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇന്ന് ചൂടുള്ള ദിവസമാണ്. അപ്പോൾ അവിടെ കോയസം കുരുക്കൾ പറഞ്ഞൊരു കുരുക്കളുണ്ട്. മൂപ്പരോട് ചോദിച്ചു എവിടെ പാപ്പ ചോദിച്ചു. അവിടെ ഉണ്ട് തോന്നുന്നതായിരുന്നു. അപ്പോൾ അവരൊന്നും മുന്നിക്ക് വരാൻ തന്നെ അയക്കൂലെന്ന്. അങ്ങനെയാണ് പാപ്പാൻ്റെ ആര്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കാണാൻ പറ്റുമോ ചോദിച്ചു കുരുക്കളോട്. എനിക്കറിയില്ല അറിഞ്ഞോട്. ഞാനവിടെ മുറ്റത്ത് നിന്ന് പാപ്പാൻ്റെ പേരിൽ ഫാത്തിഹ പതുക്കെ അങ്ങനെ ഓതി. അതിൽ കണ്ട അകത്തുനിന്ന് പെട്ടെന്ന് വന്ന് വാതിലുണ്ട് തുറന്ന് ഞാൻ വാതിലിൻ്റെ നേരെ മുറ്റത്ത് നിൽക്കുകയാണ്. ആരോ അപ്പോൾ ഞാൻ എവിടുന്നാ? ഞാൻ അച്ചിപ്പുറയാണ്. ആ അച്ചിപ്പുറം അങ്ങോട്ട് കയറി അറിഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി കശാരിലൂടെ പോയിരുന്നു. പാപ്പ അവിടെ ഇരിക്കുക അവിടെ ഇരുന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ദർസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു മിസറിൽ 1,30,000 പണ്ഡിതന്മാരുണ്ട്. അമ്മ ആചാര്യ പാപ്പ പറഞ്ഞാണ്. എത്ര? ആ ചോദ്യം എന്നോടും ചോദിച്ചു. അരി പാപ്പ ആരോട് പറഞ്ഞു? മിസറിൽ 1,30,000 പണ്ഡിതന്മാരുണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു എത്രയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതേ പദം പറഞ്ഞു. മിസറിൽ 1,30,000 പണ്ഡിതന്മാരുണ്ട്. വീണ്ടും ചോദിച്ചു എത്ര? അപ്പോഴും ഞാൻ പറഞ്ഞു മിസറിൽ 1,30,000 പണ്ഡിതന്മാരുണ്ട്. വീണ്ടും ചോദിച്ചു എത്ര? ഒരു 6-7 പ്രാവശ്യം ചോദിച്ചു. അതിനൊക്കെ ഞാൻ പറഞ്ഞ മറുപടി എന്താണ്? മിസറിൽ 1,30,000 പണ്ഡിതന്മാരുണ്ട്. അതിൽ എൻ്റെ ദർസാണ് ഞാൻ നോക്കിക്കൊണ്ട്. അൽഹംദുലില്ലാ ഇന്ന് വരെ പാപ്പ നോക്കിയിട്ടുണ്ട് നമ്മുടെ ദർസ്. ഇനിയും അല്ലാഹു പാപ്പ നോക്കുന്ന ദർസാവട്ടെ. പ്രിയമുള്ളവരെ, അപ്പൊ ഞാൻ പറയുന്നത് മഹാനായ ശൈഖുന കുണ്ടൂർ ഉസ്താദ് ഈ കുണ്ടൂരിൽ ഈ മല്ല കുടുംബത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആ പരമ്പരയിൽ ബഹുമാനപ്പെട്ട കമ്മുണ്ടല്ലേരി പാപ്പാന്റെ ശിഷ്യനായ വിലായത്തിന്റെ മർത്തബയിലേക്ക് വരാൻ കാരണമായ മുഹമ്മദ് മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകള് ഖദീജ എന്നവരെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർക്ക് കല്യാണം കഴിച്ചതിലുണ്ടായ കുട്ടിയാണ്. കല്യാണം തീരുമാനിക്കുമ്പോ ഉപ്പാപ്പ മുഹമ്മദ് മുസ്ലിയാർ മുഷാവറ നടത്തിയത് എൻ്റെ ഉസ്താദാകുന്ന കുറ്റൂര് കമ്മുണ്ടല്ലേരി പാപ്പാണ്. എൻ്റെ മോളെ ഞാൻ കുണ്ടൂരിൽ അഹമ്മദ് മല്ലന്റെ മകൻ കുഞ്ഞഹമ്മദ് മല്ലക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ശിഷ്യൻ ഉസ്താദിനോട് ചോദിച്ചു. മുഹമ്മദ് മുസ്ലിയാർ ആരോട് ചോദിച്ചു? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആരോട് ചോദിച്ചു? കമ്മുണ്ടല്ലേരി പാപ്പാട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കെട്ടിച്ചു കൊടുത്താളി ഖുർആൻ പോയി പിടിക്കൂല. കമ്മുണ്ടല്ലേരി പാപ്പ ആരാറിയോ? ആ കാലത്ത് മഴ ഇല്ലാഞ്ഞാൽ പല രാജ്യക്കാരും കമ്മുണ്ടല്ലേരി പാപ്പാന്റെ അടുത്ത് എന്ന് കേസ് പറയും. അപ്പൊ പറയും കഞ്ഞിയച്ച് കൊണ്ടുവരാറി. കഞ്ഞിയച്ചിങ്ങോട്ട് വരികയറി. കാരണം അവിടെ ആ പള്ളിന്റെ പരിസരത്ത് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ കഞ്ഞി വെച്ചിങ്ങോട്ട് കൊടുന്ന് ആ രാജ്യത്തുള്ള ആളുകൾക്ക് മുഴുവനും കഞ്ഞി കൊടുത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേർക്കല്ലേ ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിയാൽ മതി, കൈ ഇങ്ങോട്ട് മലർത്തിയാൽ മതി. മഴ ഇങ്ങോട്ട് പെയ്തിട്ട് തോടും പാടും വയലും എല്ലാം നിറഞ്ഞി കവിഞ്ഞി മഴ തേടി വന്നവര് മഴ കൊണ്ട് നീന്തി പോകേണ്ട അവസ്ഥ ഉണ്ടോ? അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൈ ഇങ്ങോട്ട് ഉയർത്തിയാൽ അത് മഴ പെയ്യിപ്പിക്കും. അങ്ങനത്തെ മഹാനാണ് കുറ്റൂർ കമ്മുണ്ടല്ലേരി പാപ്പ. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ദുആക്കും അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. അങ്ങനെയുള്ള കമ്മുണ്ടല്ലേരി പാപ്പ പറഞ്ഞത് കെട്ടിച്ചു കൊടുത്താളി ഖുർആൻ പോയി പിടിക്കൂല. ആ ഖുർആൻ പോയി പിടിക്കൂല എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് അത് ശൈഖുന കുണ്ടൂർ ഉസ്താദ്. പോയി പിടിച്ചിട്ടില്ല. ഖുർആൻ വളർന്നിക്കാണ് കുണ്ടൂർ ഉസ്താദിനെ കൊണ്ട്. മനുഷ്യനെ കൊണ്ടാണ് ഖുർആൻ നിലനിൽക്കുക. നമുക്കൊക്കെ കുട്ടികളുണ്ടായാൽ അവരെ കൊണ്ട് ഖുർആൻ നിലനിൽക്കണം. അതായത് ഈ മുത്തഅല്ലിമീങ്ങൾ അവരെ കുടുംബങ്ങൾ വ്യാപാരി ക്യാമ്പസിൽ കൊടുന്ന് ചേർത്തേക്കാണ്. ഇത് ദുന്യാവ് പഠിക്കാൻ വന്നതല്ല. അതൊരു പഠിച്ചോളും, ഡിഗ്രിയൊക്കെ ഒരു പഠിച്ചോട്ടെ, എല്ലാ കഴിവുകൾക്ക് ഉണ്ടായിക്കോട്ടെ. അതെല്ലാം വിദ്യാർത്ഥി മഖ്സൂദ് എന്താണ്? അവരുടെ ഹൃദയം ഖുർആനാക്കി മാറ്റുകയാണ്. അവരുടെ കൽബുകൾ പരിശുദ്ധ ഖുർആനാക്കി മാറ്റുകയാണ്. അതാണ് ദർസ് എന്ന് പറഞ്ഞാൽ. ആ ദർസാണ് ഇവിടെ നിലനിൽക്കുന്നത്. റഹ്മുർ-റഹീമീനായ അല്ലാഹു നല്ല മുസഹഫുകളെ വാർത്തെടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെ സഹായിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. അവർ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് വലിയ സ്ഥാനം അല്ലാഹു തരും ഈ കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നാൽ. ഇത് ചെറിയ സംഗതിയല്ല.
അവരൊക്കെ ദർശന ഇജാസത്ത് മമതാജി പാപ്പ ഇജാസത്ത് എന്ന് എങ്ങനെ മിസ്റിൽ 1,30,000 പണ്ഡിതന്മാരുണ്ട്. അതാ ദിക്റിനെ കൊണ്ട് ചൊല്ലിപ്പിച്ചത്. അതാണ് എന്നെ കൊണ്ട് ആ ദിക്റ ചൊല്ലിപ്പിച്ചത്. അതൊരു ദിക്റാണ്. മിസ്റിൽ 1,30,000 പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു അവരൊക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖൊക്കെ നമുക്ക് തരട്ടെ. ഞാൻ പോയിട്ടുണ്ട്, കുറേ മഹാന്മാരെ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അബുൽ ഹസൻ ഷാദുലി തങ്ങളെടുത്ത് പോയിട്ടില്ല. അത് വലിയൊരു ആഗ്രഹമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ പോകും. അള്ളാഹു പോയി സിയാറത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അബുൽ ഹസൻ ഷാദുലി ഇമാം വലിയ മഹാനല്ലേ. അപ്പോൾ മമതായി പാപ്പാൻ്റെ ഹലക്കന്നെ ഷാദുലി ഹൽക്കയാണ്. അജീർ പാപ്പാൻ്റെ ഹലക്ക ദിക്റിൻ്റെ ഹലക്ക തന്നെ ഷാദുലി ഹൽക്കയാണ്. അള്ളാഹുവെ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു വളരെ വിലമതിക്കാത്തൊരു മുത്താണ് ശൈഖുന കൊണ്ടൂർ ഉസ്താദ്. 1935 ജനിച്ചു. 2 വയസ്സ് കഴിയുമ്പോഴേക്ക് സ്വന്തം മുപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. പൂർണ്ണ യതീമായി ഈ ലോകത്ത് വളർന്നു. ഉസ്താദിനക്ക് പല വിഷയത്തിൽ സന്തോഷമാണ്. നമ്മളോട് പറയാം, ഒന്ന് തിയാമി കൊണ്ടൂർ, മറ്റൊന്ന് മുത്ത് റസൂലുള്ളാഹി യതീമായി വളർന്ന കുട്ടിയാണ് ഹബീബ് റസൂലുള്ളാഹി. ആ നിലക്കും കൊണ്ടൂർ ഉസ്താദിന് തൻ്റെ ജീവിതത്തിനെ കുറിച്ച് വലിയ സന്തോഷമാണ്, യതീമായി എന്ന നിലക്ക്. അങ്ങനെ പിന്നെ മറ്റൊരു സന്തോഷമുണ്ട്. എൻ്റെ പേര് അബ്ദുൽ ഖാദിർ ആണ് എന്ന് പറയലുണ്ട്. അതാരെ പേരാ? ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എൻ്റെ പേര്. എന്നിട്ട് എൻ്റെ ഒരു വൈദ്യല്ലുണ്ട്. ഇമാം ബൂസൂരി തങ്ങൾ ബുർദയിൽ ഒരു വരി ചൊല്ലിയിട്ടുണ്ട്. എന്ത് പിന്നെ അങ്ങനെ വെയ്ത്തുണ്ടല്ലോ, തസ്മിയത്തിനെ കുറിച്ച് പറഞ്ഞൊരു വെയ്ത്ത് ബുർദയിലില്ലേ? ഫൈനലി ദിമ്മത്തൻ തസ്മിയത്തി മുഹമ്മദൻ വഹുവ ഖൈർ. മുഹമ്മദ് എന്ന് മുസ്ലിമാവ് പറഞ്ഞു. മുഹമ്മദ് എന്ന നാമകരണം എനിക്ക് എൻ്റെ അമ്മ വെച്ചത് കൊണ്ട് എനിക്ക് വലിയൊരു ദിമ്മത്തുണ്ട്. ആരായിട്ട്? ഉത്തരവാദിത്തമുണ്ട്. ആരോട്ടെ? ഹബീബ് റസൂലുള്ളാഹി. കുട്ടികൾക്കൊക്കെ മഹാന്മാരെ പേരിടണം. അതിൽ വലിയ ദിമ്മത്തുണ്ടാവും. അവരുടെ ഒരു നോട്ടം അതിൽ ശരിക്കുണ്ടാവും. ഇത് കൊണ്ടൂർ ഉസ്താദ് ഇടക്കിടക്ക് പറയലുണ്ട്, എനിക്ക് അബ്ദുൽ ഖാദിർ എന്ന് പേര് വെച്ചതിൽ എനിക്ക് വലിയ സന്തോഷമാണെന്ന് പറയലുണ്ട്. എൻ്റെ മാത്രമല്ല കൊണ്ടൂർ ഉസ്താദിൻ്റെ ഉമ്മ കൊണ്ടൂർ ഉസ്താദിനോട് വസിയ്യത്ത് ചെയ്യല് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മ വസിയ്യത്ത് ചെയ്ത വസിയ്യത്താണെന്ന് പറയലുണ്ട്. അതെന്താ വസിയ്യത്ത്? കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തവർ. എൻ്റെ അമ്മ എന്നോട് ഇടക്കിടക്ക് പറയും, അബ്ദുൽ ഖാദിറെ കളവ് പറയരുത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പോലും കളവ് പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മാനെ എനിക്ക് അത്ര വലിയ പേടിയിരുന്നു. എൻ്റെ അമ്മനോട് ചോദിക്കുന്നൊരു ചോദ്യം, അബ്ദുൽ ഖാദിറെ കളവ് പറഞ്ഞേക്കണം എന്നത്ര ചോദിക്കുക. നമ്മളാരെങ്കിലും ചോദിക്കലിട്ട? നമ്മൾ മദ്രസക്ക് ഒരു കുട്ടി ലീവായാൽ എന്താ പറഞ്ഞു കൊടുക്കല്? ഒരു കളവല്ലേ പറഞ്ഞു കൊടുക്കുക? ഈ ഉസ്താദിനോട് ഇത് പറഞ്ഞാൽ മതി. ഒരു കളവല്ലേ ശീലിപ്പിച്ചു കൊടുക്കുക. എങ്ങനെ നമ്മളെ കുട്ടികൾ ശരിയാകുക? അള്ളാഹു സത്യം പറഞ്ഞ് പഠിപ്പിക്കുന്ന മക്കൾ അള്ളാഹ് നമുക്ക് തരട്ടെ. അതാണ് നമ്മൾ ശീലിപ്പിക്കേണ്ടത്. എന്നിട്ട് ഉസ്താദ് ഒരു കഥ പറയലുണ്ട്. പണ്ട് ഉമ്മ വെളിച്ചെണ്ണ ഒന്നും പഴയ കാലത്ത് ഉണ്ടാവും. എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ 50 മില്ലി വെളിച്ചെണ്ണൊക്കെ നിൽക്കുന്ന പീടിയിൽ നിന്ന് വാങ്ങുക. അതെന്നെ പെരിയിൽ കൊടുന്നാൽ അടച്ചു പൂട്ടി എത്ര കാലം ഉപയോഗിക്കും? അന്ന് പപ്പടൊക്കെ ചുട്ടുന്ന കാലല്ലേ അല്ലേ? പപ്പടൊക്കെ ചുട്ടു നിന്നലാണ് അന്ന്. ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ എൻ്റെ പേരിലൊക്കെ പപ്പടം ചുടലാണ്. തീയിലിട്ട് കണ്ട് വെളിച്ചെണ്ണ പൊരിക്കലില്ല. എനിക്കത് കുറവൊന്നുമില്ല. അനുഭവമുള്ള ആൾക്കാർ ഈ കൊടുത്തിട്ടുണ്ടാവും. അന്ന് വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കൂല. അത്ര അങ്ങനെ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണക്ക് ഉമ്മ പറഞ്ഞയച്ച് അത് പോന്നപ്പോൾ എന്ത് ചെയ്തു? ആ കുപ്പി കഴിക്കുന്ന വീണ് പകുതി വെളിച്ചെണ്ണ പോയത്ര. പോയപ്പോൾ പകുതിയേ ഉള്ളൂ, കുപ്പിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്താൽ കുറച്ച് പച്ചളം പറഞ്ഞുതരാം. പച്ചളം പറഞ്ഞപ്പോൾ വെള്ളം അടിയിലും വീണ മുകളിലും. വെളിച്ചെണ്ണ പറഞ്ഞപ്പോൾ വെള്ളം അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ പൊന്തിക്കണുണ്ട്. രണ്ടും ഇങ്ങനെ വേറിട്ട് കാണാം. അങ്ങനെ ഞാൻ എൻ്റെ പാട് പറയാം. ചെന്നപ്പോൾ മൻ്റെയൊക്കെ മറിഞ്ഞ് കേട്ടോ. ഞാനതിന് കുറച്ച് പച്ചളം പറഞ്ഞു. അപ്പം ഉള്ള സത്യം പറഞ്ഞപ്പോൾ അമ്മക്ക് വലിയ തൃപ്തിയായിരുന്നു. നിന്റെ കുട്ടി കളയരുതിട്ടാന്നൊക്കെ പറഞ്ഞു, നല്ല നസീഹത്തൊക്കെ കൊടുത്ത് എന്ന വിഷയങ്ങൾ ഉസ്താദ് ഇടക്കിടക്ക് പറയലുണ്ട്. മനക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ് കളവ് പറഞ്ഞിട്ട് അള്ളാഹു നമുക്ക് കളവ് പറയാതെ ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. കളവ് പറയാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ തിരൂരങ്ങാടി ആലിമീങ്ങളുടെയും സാദാത്തികളുടെയും നാട് മമ്പുറം കുത്തുബുസമാൻ ഹലർമൗത്തിൽ നിന്ന് വന്ന് 18 വയസ്സ് പ്രായമുള്ള ബഹുമാനപ്പെട്ടവർ ഹലർമൗത്തിൽ നിന്ന് കോഴിക്കോട് കപ്പലിറങ്ങി പിന്നീട് തനിക്ക് താമസിക്കാൻ രാജ്യമാക്കിയത് തിരൂരങ്ങാടിക്കടുത്തുള്ള മമ്പുറമാണ്. ആ മമ്പുറം തിരഞ്ഞെടുത്തതും മമ്പുറത്തെ പാപ്പ തിരഞ്ഞെടുത്തതും ആ സാദാത്യങ്ങളൊക്കെ അവിടെ വന്നതും തിരൂരങ്ങാടിയുടെ പവിത്രത, ആ നാടിൻ്റെ അന്തസ് കണക്കിലെടുത്ത് വന്നതാണ്. അള്ളാഹുവെ അവിടെയൊക്കെ കിടക്കുന്ന മഹത്തുക്കളുടെ ദർജനെ ഏറ്റി കൊടുക്കണം റഹ്മാനെ. കൊണ്ടൂർ ഉസ്താദ് മമ്പുറത്തെ പാപ്പയും കൂടി വലിയ അഭേദ്യ ബന്ധാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിന് ബാലപാഠങ്ങളൊക്കെ പഠിച്ചത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. ഉപ്പല്ലല്ലോ, ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഉപ്പ വഫാത്തായിട്ടുണ്ട്. ഉമ്മ മുഖേന അതുപോലെ കുടുംബത്തിലുള്ളവർ മുഖേനയാണ് ബാലപാഠങ്ങളൊക്കെ പഠിച്ച് കുട്ടിയാകുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ മുതഅല്ലിമാവുകയാണ്. കിതാബോധാകാൻ വേണ്ടി ദർസിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് കൊണ്ടൂർ ഉസ്താദ് വലിയ ആലിമായി മാറുന്നത്.
മഹാനായ കരിങ്കപ്പാറ ഉസ്താദ് കുണ്ടൂർ ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ഉസ്താദാണ്. ഇരിങ്ങല്ലൂർ അലവി മുസ്ലിയാർ കുണ്ടൂർ ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ഉസ്താദാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പല ഉസ്താദുമാരെയും ഉസ്താദ് എണ്ണാറുണ്ട്. ഫത്ഹുൽ മൊയ്നൊക്കെ ഓതിയിട്ടുള്ളത് എവിടുന്നാണ്? കരിങ്കപ്പാറ ഉസ്താദിന്റെ അടുത്തുനിന്നാണ്. ഫത്ഹുൽ മൊയ്നൊക്കെ കുണ്ടൂർ ഉസ്താദിന് മുഴുവനും ബൈഹാർട്ടാണ്, മനപ്പാടമാണ്. ഒരാൾക്ക് അങ്ങനെ കഴിയൂല. ഫത്ഹുൽ മൊയ്നിന്റെ ഇബാറത്തുകൾ അടക്കം അതിലുള്ള മസാല മുഴുവനും ബൈഹാർട്ട് മനപ്പാടമുള്ള വ്യക്തിയാണ് കുണ്ടൂർ ഉസ്താദ്. എല്ലാ സംഗതിക്കും ഫത്ഹുൽ മൊയ്നാണ് അവലംബമാക്കൽ. അതിലെ മസാല ഫത്ഹുൽ മൊയ്ൻ അങ്ങനെയാണ്. ശരീഅത്തിന്റെ അഹ്കാമുകൾ ജീവിതത്തിൽ നിലനിർത്തുന്ന ഒരു ഷാഫി മദ്ഹബുകാരന് എല്ലാ കിഫായത്തുമുള്ള കിതാബാണ് ഇത് ഫത്ഹുൽ മൊയ്ൻ കിതാബ്. അതങ്ങനെ മട്ടത്തിൽ ഓതണം. നമ്മൾ അതിന്റെ മട്ടത്തിൽ അരുമൂലി ഒപ്പിച്ച് നമ്മൾ ഓതിയാൽ അതിന്റെ വസ്തുത നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു ഫത്ഹുൽ മൊയ്നൊക്കെ നല്ല മട്ടത്തിൽ തഹ്ഖീഖാക്കി പഠിക്കാൻ തൗഫീഖ് തരട്ടെ. മഹാന്മാരൊക്കെ പണ്ട് ഫത്ഹുൽ മൊയ്ൻ കൊണ്ടാണ് ജോലി ആവല്. കരിങ്കപ്പാറ ഉസ്താദ് വലിയ ഷറഹ് എഴുതിയിട്ടുണ്ട്. നന്നമ്പറ സൈദാലി പാപ്പ വലിയ ഷറഹ് എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഫത്ഹുൽ മൊയ്ൻ നന്നാക്കിയിട്ടുണ്ട്. വലിയ ഷറഹുകളൊക്കെ എഴുതി. ആ നന്നാക്കിയതൊക്കെ അച്ചടിച്ച് ഇന്ന് പുറത്ത് വാങ്ങാൻ കിട്ടും. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് ഇൽമു കൊണ്ട് ഷൂലാകാൻ തൗഫീഖ് നൽകണം റഹ്മാൻ. അങ്ങനെ ഉസ്താദ് പള്ളി ദിവസം തിരഞ്ഞെടുത്ത് കരിങ്കപ്പാറ ഉസ്താദിന്റെ അടുത്ത് ഓതിയത് ഉസ്താദിന്റെ മരുമകനാണ് ഇരിക്കേണ്ടത്. വൈലത്തൂര് ചെലവിൽ മഹലിലാണ്. ഇവരെ മഹലിലാണ് ചെലവിൽ മഹൽ. അങ്ങനെ കരിങ്കപ്പാറ ഉസ്താദിന്റെ അടുത്ത് ഓതുമ്പോ അന്ന് ഭക്ഷണത്തിന് പോകല് ഇവരെ വീട്ടിലാണ്. ഇവരെ കുടുംബം വലിയ ഒരു ഉയർന്ന നന്ദിനി കുടുംബം എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വലിയ പ്രൗഢി പ്രാമാണിമാരുടെ കുടുംബമാണ്. വൈലത്തൂര് ബാബസ്താദിന്റെ മകനാണ് ബാബസ്താദിന്റെ കുടുംബം. അപ്പൊ കുണ്ടൂർ ഉസ്താദ് ഭക്ഷണത്തിന് പോകുമ്പോ വൈലത്തൂർ മൂപ്പരെ വാപ്പ എന്നോട് പറഞ്ഞാണ്, ഭക്ഷണത്തിന് പോകുമ്പോ കുണ്ടൂർ ഉസ്താദ് ഒരു അടവ് പ്രയോഗിച്ചു, ഒരു സൂത്രം. കാരണം ബാബസ്താദ് അത്യാവശ്യം നിവർത്തിയില്ല, വലിയ തറവാട്ടിൽ അത്യാവശ്യം ഭക്ഷണവും കഴിവും പ്രതാപമൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണല്ലോ. അപ്പൊ കുണ്ടൂർ ഉസ്താദ് ഭക്ഷണത്തിന് ഇങ്ങനെ ചെന്ന് ബാബസ്താദിന്റെ ആ ഉഷാറും ഇത് നല്ലൊരു കുട്ടിയാണെന്നും ഉസ്താദിനും വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ ഉസ്താദിന് കുട്ടിക്കാലം മുതൽക്ക് തന്നെ തന്റെ കണ്ണുകൊണ്ട് നോക്കിയൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം വളരെ യഥാർത്ഥമായി പുലരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ബാബസ്താദിനെ മനസ്സിലാക്കിയ കുണ്ടൂർ ഉസ്താദ് തന്ത്രം ഉപയോഗിക്കുകയാണ്. എന്താ തന്ത്രം? രാത്രി ഭക്ഷണത്തിന് വന്നിട്ട് എനിക്കായിട്ട് പള്ളിക്കൊക്കെ ഒറ്റക്ക് പോകാൻ പേടിയാവും, അതുകൊണ്ട് ആരും പോന്നോട്ടെ. അപ്പൊ പേർക്കാരൻ കുട്ടി നല്ലൊരു ഒസ്മത്തെ കുട്ടി, നല്ല സ്വഭാവമുള്ള കുട്ടി, ചെലവിനെന്ന കുട്ടി, അതിന് ഒറ്റക്ക് പോകാൻ പേടിയായപ്പോ ആ പെരയിലെ കുട്ടിയാണ് ഇവരപ്പ ബാബസ്താദ്. ഉസ്താദിന്റെ പേരെന്താ? സൈതാലിക്കുട്ടി അതാർക്കും അറിയില്ല. ആ സൈതാലിക്കുട്ടി എന്ന ബാവയെയും പള്ളിക്കൊക്കെ കൊണ്ടുപോവുകയാണ്, പേടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ പേടിക്ക് കൊണ്ടുപോകുമ്പോ പിന്നെ ഉസ്താദിന്റെ സെബക്കിലും ദർസിലും ഒക്കെ ആരെ പങ്കെടുപ്പിക്കുകയാണ്? ബാബസ്താദിനെ പങ്കെടുപ്പിക്കുകയാണ്. ആര്? കൊണ്ടൂർ ഉസ്താദ്. എന്നിട്ട് ബാബസ്താദിനെ പറയും, അങ്ങനെ ഞാനിങ്ങനെ പഠിക്കാൻ തുടങ്ങി ഉസ്താദായി. കൊണ്ടൂർ ഉസ്താദിന്റെ കാര്യത്തിൽ ഇങ്ങനെ എല്ലാം ശ്രദ്ധിക്കും ചെയ്യും. ക്ലാസ് മുടങ്ങാനായക്കൂല, എന്നെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ ഉണ്ടാകും കൂടി ഇങ്ങനെ വരും പോകുമ്പോൾ ചെയ്യുമ്പോൾ ഞാൻ വലിയ ഇങ്ങനെ എപ്പോഴും തുറയും തമാശയും കുതിരളിയും കളിച്ചു കൊണ്ടിരിക്കും. ബാബസ്താദിനെ പറയാം, കുട്ടികളല്ലേ, അപ്പൊ കുതിരളി കളിച്ചുമ്പോൾ ഒരു ദിവസം പറഞ്ഞാലോ, ഇന്ന് ഉസ്താദ് നമുക്ക് അരിക്കയിൽ എന്താ ഓതി തന്നത് ചോദിച്ചാലോ. അത് സമപ്രായക്കാരനായ കൊണ്ടൂർ ഉസ്താദ് അങ്ങോട്ട് ചോദിച്ചു ബാബസ്താദിനോട്, കുട്ടികളാണ് കണ്ടാളും, ഇന്ന് നമുക്ക് അരിക്കയിൽ ഉസ്താദ് എന്താ ഓതി തന്നത്? അല്ലാഹു എന്ന ഇസ്മു ചൊല്ലുമ്പോ ശ്വാസത്തിൽ കൂടി അത് മേൽപോട്ട് വലിക്കണം, ശ്വാസം വിടുമ്പോൾ അതെന്ത് ചെയ്യണം? കീഴ്പോട്ട് അല്ലാഹു എന്ന ഇസ്മ ഇങ്ങനെ വലിക്കുകയും വിടുകയും ചെയ്യണമെന്ന് കിതാബുൽ അരിക്കയിൽ പഠിപ്പിച്ചു തന്നില്ലേ? അതുകൊണ്ട് ഞാൻ ഉസ്താദ് അത് പറഞ്ഞു തന്നത് മുതൽ അങ്ങനെ ബീപ്പായിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾ വർത്താനം പറയരുത് പറഞ്ഞാലോ. അതിൻ്റെ ശേഷം ബാബസ്താദിന് പേടി ചെയ്യാരെ കൊണ്ടൂർ ഉസ്താദിനെ. പിന്നെ അതിൻ്റെ ശേഷം കുതിര കളിച്ചാനോ സ്വറ പറയാനോ ഒന്നും ആരും ഒരുങ്ങൂല, ബാബസ്താദ് ഒരുങ്ങൂല. ഈ അതിക്ക പഠിക്കുന്ന കുട്ടി തൻ്റെ ശ്വാസത്തിൽ കൂടി അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മും ചെയ്യാണ്. ആ ശ്വാസത്തിൽ കൂടി മേൽപോട്ട് വലിക്കുക, കീഴ്പോട്ട് വിടുക. അതിൻ്റെ ഒരു ശൈലി കിതാബുൽ അരിക്കയിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉസ്താദ് പറഞ്ഞു കാണിച്ചു എന്ന മാതിരി ഞാൻ ചെയ്യലുണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ താൻ വലിക്കുന്ന ശ്വാസം ഏതാണ്? അല്ലാഹു എന്ന ഇസ്മാണ്. പുറത്തേക്ക് വിടുന്ന ശ്വാസം ഏതാണ്? അല്ലാഹു എന്ന ഇസ്മാണ്. നമ്മളും പണിയെടുക്കണം. അതാ ശൈഖുന കൊണ്ടൂർ ഉസ്താദ് വെറുതെ വലിയായതല്ല. അങ്ങനെ വസ്വും അച്ചടക്കും നിലവാരം അടങ്ങിയ കുട്ടിന്റെ അദബും മര്യാദയും കണ്ട് ഓതി ഉയർന്ന് വലിയ കിതാബൊക്കെ ഓതുമ്പോൾ ഒരു ദിവസം കരിങ്കപ്പാറ ഉസ്താദ് പറഞ്ഞത്രേ, കതിറില്ലേ, ആ ചാപ്പനങ്ങാടി വാപ്പോലേർ പാപ്പാന്റെ അടുത്തൊന്ന് പോയി ദ്വയപ്പിച്ചാടി. തനിക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിന്റെ ഇർഷാദ്, ആ ഇർഷാദാണ് വാപ്പോലേർ പാപ്പാനെ കൊണ്ടൂർ ഉസ്താദ് ഷെയ്ഖാക്കുന്നതിൽ മാനദണ്ഡമാക്കുന്നത്. നമ്മളിങ്ങനെ ഉസ്താദുമാരെ വകവെക്കാതെ എവിടെയും പോയി കൂടലല്ല, നമ്മൾ ഉസ്താദുമാർ പറയണം. ഉസ്താദുമാരെ അംഗീകരിക്കാത്തോടത്ത് നമ്മൾ പോകാൻ പാടില്ല. അത് ത്വരീഖത്തിന്റെ ഷർത്ത് പെട്ടതാണ്. ഉസ്താദുമാരെ അംഗീകരിക്കണം. അപ്പൊ ഈ കുട്ടി ചാപ്പനങ്ങാടി വാപ്പൂലേരി പാപ്പാനായിട്ട് അടുപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരാ? കരിങ്കപ്പാറ ഉസ്താദ് മുഹമ്മദ് മുസ്ലിം. വലിയ മഹാനാണ് കരിങ്കപ്പാറ ഉസ്താദ് എന്ന് പറഞ്ഞാൽ. മക്കയിൽ ഒരു പ്രാവശ്യം ഹജ്ജിന് എന്നപ്പോ അന്ന്
ഇറച്ചി കൊണ്ടാകാൻ മിനയിൽ അറവ് നടന്നിട്ട് ഇറച്ചി കൊണ്ടാകാൻ ആളില്ലാതെ അത് അവിടെയും കൂടിയൊക്കെ പാറപ്പുറത്തും അവിടെയും കൂടിയൊക്കെ ഇങ്ങനെ തട്ടിക്കളിക്കുന്ന രംഗം ആര് കണ്ടു? കരിങ്കപ്പാറ ഉസ്താദ് കണ്ടത്രേ മക്കത്തെ അജിനി എന്നപ്പോൾ. ഇറച്ചി ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും കിടന്ന് തട്ടിക്കാൻ കൊണ്ടാകാൻ ആളില്ല. അപ്പൊ അവിടുത്തെ മക്കയിലെ മുഫ്തി, ഫത്വ കൊടുക്കുന്ന മുഫ്തിയെ കണ്ട് കരിങ്കപ്പാറ ഉസ്താദ് ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പണ്ഡിതന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ആ പണ്ഡിതന്മാരുടെ മീറ്റിംഗിൽ കരിങ്കപ്പാറ ഉസ്താദ് പറഞ്ഞ ഫത്വ എന്താണ്? ഈ നാട്ടിൽ മക്കയിൽ അത് വാങ്ങാൻ ആളില്ലെങ്കിൽ അന്യനാട്ടിലേക്ക് ആ മാംസം കൊടുത്തയക്കണം എന്ന് കരിങ്കപ്പാറ ഉസ്താദ് കൊടുത്ത ഫത്വയാണ് ഇന്നും മക്കത്ത് നടക്കുന്നത്. ഇന്നും മക്കത്ത് നടക്കുന്ന സംഭവം അതാണ്. അതിന്റെ പിന്നിൽ ഫത്വ കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ. വലിയ മഹാനാണ്. അള്ളാഹു കൊടുത്ത വർക്കത്ത് കൊണ്ട് അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, സലാമത്താക്കട്ടെ. എൻ്റെ മുലരിപ്പാപ്പ എന്ന് പറയാം, ഉസ്താദ് എൻ്റെ കരിങ്കപ്പാറ ഉസ്താദ്, എൻ്റെ ചേർത്തിട്ടേ പറയുള്ളൂ, എൻ്റെ കരിങ്കപ്പാറ ഉസ്താദ് അങ്ങനെ പറയാം. ആ ഉസ്താദാണ് ചാപ്പനങ്ങാടി വാപ്പുലരിപ്പാപ്പാൻ്റെ അടുത്ത് എത്തിക്കുന്നത്. അതും അങ്ങനെ ദ്വാരിപ്പിച്ചാളിനെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പോയി ദ്വാരിപ്പിക്കാൻ പോയി. അന്ന് വാപ്പുലരിപ്പാപ്പാക്ക് ഇങ്ങനെ ദിക്റ് ചൊല്ലിയിട്ട് ചൂട് പിടിച്ച സമയമാണ്. ചൂട് പിടിച്ചിട്ട് വാപ്പുലരിപ്പാപ്പാക്ക് ദിവസമുണ്ട്. കോട്ടക്കൽ പാലപ്പുറ പള്ളിയിലാണ് വാപ്പുലരിപ്പാപ്പ ഉണ്ടാകല്. പക്ഷെ പള്ളി എപ്പോഴും ചൂടും പാക്കി ഒരു ഹാലുവൈക്കാരും വാപ്പുലരിപ്പാപ്പാക്ക്. ആ സമയത്താണ് ചെന്ന് ദ്വാരക്കാൻ ചെന്ന് പറഞ്ഞ് വാപ്പുലരിപ്പാപ്പ ദ്വാരം കൊടുത്തത്. ആ ദ്വാരന്റെ ഫലം പിന്നീട് കുണ്ടൂർ ഉസ്താദ് മുദരിസാകുന്നത് എവിടെയാണ്? ക്ലാരിച്ചനക്കല. ക്ലാരിച്ചനക്കല കുണ്ടൂരിനടുത്തുള്ള സ്ഥലം തന്നെയാണ് ക്ലാരിച്ചനക്കൽ. അത് എവിടെ? പാലശ്രമാട് ഇരിങ്ങല്ലൂർ അലവേലേറി എന്ന മഹാന്റെ ദർസിൽ ഓതുമ്പോൾ ക്ലാരിക്കാർ ഒരു മുദരിസിനെ തേടി പള്ളിയിൽ വന്നു, ദർസിൽ വന്നു. ഇരിങ്ങല്ലൂർ അൽവേലേരി പാപ്പാട് പറഞ്ഞത്രേ, ഞങ്ങൾക്കൊരു മുദരിസ് വേണം. വലിയ വലിയ മുതാലിമീങ്ങൾ ഉണ്ടെങ്കിലും കുണ്ടൂർ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞാലോ അതിൽ അത് വലിയ നിങ്ങളവിടെ പോയി ഇവർക്ക് നേതൃത്വം കൊടുത്തോളി, നിങ്ങൾക്ക് എല്ലാ ഉയർച്ച അല്ലാഹു അവിടുന്ന് തരുന്നു തുറന്നു കൊടുത്തു. അങ്ങനെ ഉസ്താദിനെ എവിടേക്ക് പറഞ്ഞേക്കാണ്? ഇവിടെ പറഞ്ഞേക്കാണ് ക്ലാരിച്ചനക്കലിലേക്ക് മുദരിസ് നാടിന്റെ അമീറായിട്ട് പറഞ്ഞേക്കാണ്. ആ സമയത്താണ് വാപ്പുലരി പാപ്പാനായിട്ട് വീണ്ടും ബന്ധപ്പെടുന്നത്. അത് ബന്ധപ്പെട്ടതിന്റെ പിന്നിലും ആദ്യമായി ഷെയ്ഖിനെ തേടി ഇജാസത്തും ഇതൊക്കെ തേടി പോയത് എവിടേക്കാണ്? ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തെ മൗലവി പാപ്പാന്റെ അടുത്ത് പോയ കഥ പറയും. കക്കടിപ്പുറത്തെ മൗലവി പാപ്പാന്റെ അടുത്ത് പോയിട്ട് കുണ്ടൂർ ഉസ്താദ് ധാരിപ്പിക്കാൻ വേണ്ടി ചെന്ന് വിഷയങ്ങൾ ഇങ്ങനെ ഇഷാറത്താക്കിയപ്പോ കക്കടിപ്പുറത്തെ മൗലവി പാപ്പ ചാപ്പനങ്ങാടി വാപ്പുലരി പാപ്പാന്റെ മധു അങ്ങനെ പറയാൻ തുടങ്ങിയത്ര. വാപ്പുലരി വലിയ മഹാനാണ്, വാപ്പുലരി മുറബിയായ ഷെയ്ഖാണ്.